ദൈവസന്നിധിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ ദൈവം നൽകി തന്നിരിക്കുന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിപ്പാനായി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നാം സൂമിൽ കൂടെയാണ്, വിവിധ ഇടങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൂര സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും ദൈവം എപ്പോഴും നമ്മോട് സമീപസ്ഥനായി കൂടെ ഇരിക്കുന്നവനാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകലിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും രുചിച്ചറിയുവാൻ കഴിയുന്നത് പോലെ ഞങ്ങൾക്കും ഈ രാത്രിയിലൂടെ രുചിച്ചറിയുവാൻ ദൈവം സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. ഭൂമി മാറിപ്പോകാം, ഈ ആകാശം മാറിപ്പോകാം, ഈ പ്രപഞ്ചം മുഴുവനും മാറിയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഇത് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന വചനമാണ്. അപ്പോൾ എല്ലാം മാറിപ്പോകുന്നതാണ്. എന്നാൽ മാറിപ്പോകാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അവന്റെ വചനം മാത്രമാണ്. നമ്മുടെ കർത്താവിനെ അതേ തകർത്ത് കളയുവാൻ, നശിപ്പിക്കുവാൻ ലോകം പരിശ്രമിച്ച കാര്യങ്ങളെ നമുക്ക് തിരുവെഴുത്തിൽ കൂടെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ കർത്താവിന്റെ വചനം അതേ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ എഴുന്നേറ്റ വലിയ ശക്തികളുണ്ടായി. എന്നാൽ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞവരെല്ലാം മാറ്റപ്പെടുവാനും ഇന്നും ദൈവത്തിന്റെ വചനം ശക്തിയോടെ ലോകത്തിൽ നിലകൊള്ളുവാൻ ദൈവം സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നാമും ഈ സമയത്ത് ജീവനോടെ ഇവിടെ ആയിരിക്കുന്നത്. നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ COVID-19 ഈ പാൻഡമിക്കിൽ നമ്മെ പോലുള്ള എത്രയോ പ്രിയപ്പെട്ടവരാണ് മാറ്റപ്പെട്ടു പോയത്. ഈ രാത്രിയിൽ അല്ലെങ്കിൽ അവിടുത്തെ പകലിൽ എത്രയോ പ്രിയപ്പെട്ടവരാണ് വെന്റിലേറ്ററിലായിരിക്കുന്നത്, ഐസിയുലായിരിക്കുന്നു, അത് വാർഡുകളിലായിരിക്കുന്നു, ഭവനങ്ങളിലായിരിക്കുന്നു, വിവിധ ഇടങ്ങളിലായി അനേകര് കഷ്ടങ്ങളിൽ കൂടെ, പ്രയാസങ്ങൾ കൂടെ, പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം നമ്മെ അത്ഭുതകരമായി സഹായിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നത് ഒരിക്കലും നഷ്ടമാകയില്ല. അത് ജീവിതത്തിൽ വിടുതലായി, അനുഗ്രഹമായി തീരുവാൻ കാരണമായി തീരുന്ന ഒന്ന് തന്നെയാണ്. ഈ പകലിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി തുടർമാനമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, മറുപടി ലഭിക്കും വരെയും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹാലേലൂയ, നിശ്ചയമായും ദൈവത്തിൽ സന്തോഷിപ്പാൻ, ദൈവത്തെ നമുക്ക് ധാരാളമായി മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും. ഹാലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന അവസാനിക്കരുത്. നിരന്തരമായി ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവനാണ്. ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നിശ്ചയമായും ഇടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം സർവവ്യാപിയായ ദൈവമാണ്. നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ ഇരുന്ന ദൈവജനം
ഉപവസിക്കുന്നുവോ, പ്രാർത്ഥിക്കുന്നുവോ, അല്ലാതെയും പ്രാർത്ഥിക്കുന്നവരുണ്ട്. എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന ഒരു സ്വർഗം നമുക്ക് മീതെ ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ ദൈവസന്നിധിയിൽ അത് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചന ചിന്തയിലേക്ക് അത് കടന്നു വരുവാൻ കണ്ണം താല്പര്യപ്പെടുന്നു. ഉപവാസവും പ്രാർത്ഥനയുമാണല്ലോ. അതോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ദൈവം എന്നെ ഏൽപ്പിച്ചത് നിങ്ങളോട് പറയുവാൻ, അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഉത്സാഹത്തോടെ ആയിരിക്കണം. ദൈവഭവനങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളോട് ഇടപെടുവാൻ ഇടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം ആദ്യമായി വായിക്കാം. അതിനുശേഷം ചില വേദഭാഗങ്ങളൊക്കെ വായിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 61 ഒന്നാമത്തെ വാക്യമാണ്. സങ്കീർത്തനം Psalms 61:1 വായിക്കാം. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. മതി. ഇവിടെ നാം വായിച്ചു കേട്ടത്, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് നാം പറയുന്ന രണ്ട് അക്ഷരത്തിനകത്ത് വലിയ വിലയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. പ്രാർത്ഥന ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ശക്തിയുള്ളതാണ്. പ്രാർത്ഥിക്കുന്നവരാണ് ശക്തരായവർ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലാണ് പവർഫുള്ളായിട്ടുള്ള ഒരു അനുഭവം എപ്പോഴും വെളിപ്പെടുവാൻ ഇടയായിത്തീരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തവർക്ക് ശക്തി ഉണ്ടാകുകയില്ല. ഇനി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ നിറവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ നമ്മുടെ സാധാരണയുള്ള പ്രാർത്ഥനയെക്കാട്ടിൽ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും, ഒരു വലിയ വിടുതലായിരിക്കും അതിൽ വ്യാപരിപ്പാൻ ഇടയായിത്തീർന്നു. പൗലോസ് അതുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിടുതലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ലഭിക്കുന്ന വിടുതലും രണ്ടും രണ്ടാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. അപ്പോൾ ദൈവസന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ദൈവമക്കള് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിയോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടികൾ വ്യത്യസ്തമായ നിലയിലാണ്. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ
അവൻ കടന്നുപോയ സ്ഥാനങ്ങളിലൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ നടന്ന സംഭവം 4 സുവിശേഷങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതാണ്. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുവാനായിട്ട് തുനിയുന്നില്ല. വാക്യങ്ങൾ വേദഭാഗങ്ങൾ ഞാൻ അങ്ങ് ഓർപ്പിച്ചു പോകുവാൻ തക്കണം, അതിനുള്ള സമയമുള്ളല്ലോ. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് എവിടെ പോയാലും ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരിക്കും. വലിയൊരു പുരുഷാരം ഉണ്ടായിരിക്കും. കുറഞ്ഞപക്ഷം 4000 പുരുഷന്മാരുടെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. 5000 പുരുഷന്മാർ, 4000 പുരുഷന്മാർ, ഇങ്ങനെയുള്ള സംഖ്യകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ 5000 പുരുഷന്മാരുണ്ടെങ്കിൽ ഒരു 7000 സ്ത്രീകൾ കുറഞ്ഞപക്ഷം കാണും. കുറഞ്ഞപക്ഷം ഒരു 3000 കുഞ്ഞുങ്ങളും കാണും. ഇന്നത്തെ ഒരു സെൻസസ് അല്ലായിരുന്നു അന്നത്തെ കാലയളവിൽ. അതൊക്കെ പോട്ടെ, ഞാൻ ആ കാര്യം അതൊന്നും ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു. ഈ കർത്താവ് പോകുമ്പോൾ കർത്താവിനോട് കൂടെ ഈ പുരുഷാരം ഇങ്ങനെ പുറകെ പോവുകയാണ്. ചിലര് സൗഖ്യത്തിന് വേണ്ടി, ചിലര് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി, ചിലർക്ക് അറിയാം യോഗമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷിക്കാൻ ധാരാളമൊക്കെ കിട്ടും. അതിനൊക്കെ വേണ്ടിയാണ്, പല വിഷയങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവിന്റെ കൂടെ പലരും കൂടിയതെന്ന് നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഒരിക്കൽ കർത്താവ് യെരിഹോവിൽ കൂടെ കടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ യേശു ആ വഴി വരുന്നു എന്ന് അറിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് യേശുവിനോട് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് അവന്റെ ആവശ്യങ്ങൾ അവൻ അറിയിക്കാൻ തുടങ്ങി. വലിയ പുരുഷാരം അതേ ആ കർത്താവിനോട് കൂടെയുണ്ട്. പലരും അവനെ അവന്റെ ആവശ്യത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നിൽക്കണം ശ്രമിച്ചതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. പലരും പറഞ്ഞ് നീ മിണ്ടാതിരിക്കട, ഇപ്പോഴല്ല നിനക്ക് ഈ ആവശ്യം പറയാനുള്ള സമയം. എന്നാൽ ഈ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ ഒരു കാര്യം ഉള്ളിൽ കയറി, ഇപ്പോഴാണ് എന്റെ കാര്യം പറയാനുള്ള സമയം. ക്രൈസ്തവരോട് വേറൊരാളല്ല നിശ്ചയിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണമോ പ്രാർത്ഥിക്കണ്ടായോ, നമ്മുടെ ആവശ്യം പറയണമോ പറയണ്ടായോ എന്ന് നിശ്ചയിക്കുന്നത്. ഈ പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാം. ദൈവത്തിന്റെ മക്കളെ, നീ പ്രാർത്ഥിക്കുന്ന കാര്യത്തെ കുറിച്ച് നിശ്ചയിക്കുന്നത് വേറൊരാളല്ല. നിന്നോട് നിന്റെ ഹൃദയത്തിൽ നിനക്കൊരു പ്രേരണ ലഭിച്ചാൽ, നിനക്ക് ഒരു ഉത്തേജനം ലഭിച്ചാൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം, മടിക്കരുത്. അവിടെയാണ് ദൈവത്തിന്റെ വിടുതലിന്റെ കരം നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റു പലരും പറയുന്നത് കേട്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കാൻ ലഭിക്കുന്ന അവസരം നീ പാഴാക്കിയാൽ നിന്റെ അനുഗ്രഹത്തിന് നീ തന്നെ തടസ്സമാക്കിയ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ ഈ വചനം പറയുമ്പോൾ പറയേണ്ടതായിട്ടുണ്ട്. സമയച്ചുരുക്കം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും പറയാൻ കഴിയത്തില്ല പലപ്പോഴും. അപ്പോൾ ഈ തിമായിയുടെ മകനായി ബർത്തിമായി എന്ന കുരുടന്റെ ആവശ്യം എന്താണ്? എനിക്ക് കാഴ്ച ലഭിച്ചേ മതിയാകുകയുള്ളൂ. ഇനിയും ഞാൻ ഈ വഴിയരിയിരുന്നിൽ പഴയ പണി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം കർത്താവ് അത് പുരുഷാരമായി മുൻപോട്ട് കിടന്നു. അപ്പോൾ ഈ കുരുടൻ എന്താ ചെയ്തതെന്നറിയാമോ? അവന്റെ പ്രാർത്ഥനയുടെ സ്വരം മാറ്റി, അവന്റെ പ്രാർത്ഥനയുടെ ട്യൂൺ മാറ്റി. ഓരോരുത്തര് TV ഒക്കെ ഓൺ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ നമ്മുടെ മൊബൈലാണെങ്കിലും നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ശബ്ദത്തിന്റെയൊക്കെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമല്ലോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്രാർത്ഥനയിലുണ്ട്. അത് ദൈവമക്കൾ അറിയണം. നമുക്ക് കാണാൻ കഴിയുന്നത്, അവനോട് പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങനെ ഇരുന്നില്ല. എന്താ ചെയ്തത്? അവന് അധികം ശബ്ദമുയർത്തി ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ച് അവന്റെ ആവശ്യം പറയുവാൻ കണമിടയായിത്തീർന്നു. നിലവിളി കേൾക്കുമ്പോൾ ഒരു ചുവട് പോലും മുൻപോട്ട് കടന്നു പോകുന്നവനല്ല നാം പ്രാർത്ഥിക്കുന്ന കർത്താവെന്ന് ഈ രാത്രിയിൽ എത്ര പേർ എന്നെ കേൾക്കുന്നവർ അത് തിരിച്ചറിയുന്നു? എത്ര പേർക്ക് അതിന് ആമേൻ പറയുവാൻ കഴിയും? അവർക്ക് വേണ്ടി അതെ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം മതിയായ ദൈവമാണ്. അതെ, കർത്താവ് ആ കുരുടന് കാഴ്ച കൊടുക്കുവാൻ നിൽക്കണമിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ. നമ്മൾക്ക് പലപ്പോഴും പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് പലതും നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് പലതും കാണുവാൻ കഴിയാതെ നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ കുരുടാക്കി വെച്ചിരിക്കുന്ന സാത്താന്യ ശക്തികളിൽ നിന്ന്, സാത്താന്യ കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവിക ദർശനത്തോടുകൂടെ, സ്വർഗീയ ദർശനത്തോടുകൂടെ, ഒരു പുതിയ കാഴ്ചപ്പാടുകൂടെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ ഉപവാസ പ്രാർത്ഥന ഇടയായിത്തീരുന്നെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് തന്നെ പല ടൂണുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. അപ്പൊ നിലവിളിയോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയാണ് നമുക്കിവിടെ കാണുവാൻ നിൽക്കണം. കാരണം എന്താണെന്ന് അറിയാം. കാരണം പറയുന്നുണ്ട്, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. അപ്പോൾ നോക്കണമേ, എവിടെ ഇരുന്ന് നീ ക്ഷീണിച്ചിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എവിടെയായാലും അത് ദൈവത്തിന് വിഷയമല്ല. ദൈവസന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഴിയുമെങ്കിൽ നിന്നെ ദൈവം കൊണ്ടെത്തിക്കുന്നത് ഉറപ്പുള്ള ഒരു സ്ഥാനത്താണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഹാനലി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുലുങ്ങി പോകുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. 125 സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. കുലുങ്ങിപ്പോകാതെ നിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിലവിളിയോട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമെന്ന് മാത്രമേ അത് കഴിയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കുലുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അങ്ങനെ ഒരു ദൈവം ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയാൽ, പ്രൈസ് ദി ലോർഡ്, നിലവിളിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ല, എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കും. കർത്താവ്
ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരിൽ തന്നെ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കാരണം കർത്താവിനോടുകൂടെ നടക്കാനും കർത്താവിനോടുകൂടെ ഇരിക്കാനും കർത്താവ് എന്തോ ചെയ്യുന്നു അതെല്ലാം ചെയ്യുവാനും കർത്താവ് ചെയ്യുന്നതിലധികമായി ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു 12 പേര്. എന്നാൽ ആ ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ച ഒരു മോഡലാണ് പഠിപ്പിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അത് പഠിപ്പിച്ചു. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്നാൽ അവർക്ക് കാര്യം മനസ്സിലായി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതൊന്നും ശരിയായിട്ട് അങ്ങോട്ട് വരുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ പ്രാർത്ഥിക്കാൻ പഠിച്ചില്ല. അതുകൊണ്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നത് എന്തറിയാം? അലിയ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ, കർത്താവേ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്? നമുക്കങ്ങനെ പറയുവാൻ നമ്മുടെ മനസാക്ഷി അനുവദിക്കുമോ? ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയത്തില്ല? നമ്മൾ ആരും പ്രാർത്ഥനയിൽ പൂർണ്ണരല്ല, തികവുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. അതേ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ ദിവസവും അത് വളർന്നു വരുവാൻ ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവ വിഷയമായി എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളർന്നു വരുവാൻ ഇടയായിത്തീരണം. പ്രാർത്ഥനയിലാണെങ്കിലും വചന ധ്യാനത്തിലാണെങ്കിലും അതേ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏത് നിലവാരങ്ങളിലാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും വളർന്നു വരുവാൻ ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. അത് എപ്പോൾ വരെയാണെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അതേ ഉൾപ്രാപണം, ഹല്ലേലൂയ, നമ്മുടെ വീണ്ടെടുപ്പ് എപ്പോൾ നടക്കുമോ അപ്പോൾ വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിൽ ആർക്കും റിട്ടയർമെന്റ് ഇല്ല. ആത്മീയ ജീവിതത്തിൽ ആർക്കും മാറിയിരിപ്പാൻ കഴിയത്തില്ല. നമ്മൾ യോവേൽ പ്രവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുവീരെന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിനകത്തിൽ എഴുതിയിരിക്കുന്നത് അതേ യുവാക്കളും യുവതികളും ബാലന്മാരും അതേ വൃദ്ധന്മാരും അതുപോലെ തന്നെ പുതിയ കുടുംബജീവിതം നയിച്ചവരും കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളെ ലഭിച്ചവരും എന്ന് പറഞ്ഞാൽ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ മുല കുടിക്കുന്നവര് പോലും ദൈവസന്നിധിയിൽ വന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകണമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, നിനവെ പട്ടണത്തെ ദൈവം നശിപ്പിക്കുവാൻ പോകുന്ന ന്യായവിധിയുടെ ദൂത് നിനവെ പട്ടണക്കാര് കേട്ടപ്പോൾ അവിടുത്തെ ചക്രവർത്തി, അവിടുത്തെ രാജാവ് ഉൾപ്പെടെ സകല ജനവും, അത് മാത്രമല്ല അവരുടെ മൃഗങ്ങൾ പോലും ഉപവസിക്കുവാൻ ഇടയായി തീർന്നു. നോക്കണമേ, അങ്ങനെ ജനം മനം തിരിയുവാൻ ഇടയായി തീർന്നപ്പോൾ ദൈവം നിനവെ പട്ടണത്തിലെ ന്യായവിധിയെ മാറ്റിക്കളഞ്ഞത് നമുക്ക് യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാമല്ലോ അവിടെ ഉണ്ടായ സംഭവങ്ങളെ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ചില വ്യവസ്ഥകൾ കൂടെ ഉണ്ട്. യഥാർത്ഥമായി അതിന്റെ വ്യവസ്ഥ പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കുമ്പോഴാണ് അതിന്റെ ശരിയായ റൂള് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഉപവസിക്കേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. ചില ആഹാരം ഒരു നേരം കഴിക്കാതിരിക്കുന്നതല്ല ഉപവാസം. പ്രൈസ് ദി ലോർഡ്. ഉപവാസം പ്രസിദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ, അത് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, മറ്റെല്ലാ കാര്യങ്ങളെയും വിട്ടുകൊണ്ട്
ദൈവസന്നിധിയിൽ ഏകാഗ്രചിത്തന്മാരായി ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് യഹോവ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഹല്ലേലൂയ അതേ ദൈവത്തിന്റെ കണ്ണ് അത് ഊടാടിക്കൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പകലിൽ ഹല്ലേലൂയ കാനഡയുടെ പ്രദേശത്ത് ഹല്ലേലൂയ പെനിയേൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ കൂടിയിരിക്കുന്ന ദൈവജനത്തെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മെ കാണുന്ന ഒരു കണ്ണ്. പ്രൈസ് ദി ലോർഡ്. ആർക്കും എങ്ങും മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്നും ചർച്ചയിൽ കൂടി വന്ന ഇപ്പൊ കുറെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് അത് ചെയ്യുവാൻ കഴിയുന്നില്ല. സൂം മീറ്റിങ്ങില് ആണല്ലോ ഇപ്പോൾ അതേ ആരാധനയും അതേ മീറ്റിങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മള് സൂമിലാണെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിന്റെ പാദപിടത്തെങ്കിലാണ് ആയിരിക്കുന്നുള്ളതായ ഒരു വലിയ ബോധ്യം നമ്മെ ഭരിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വീട്ടിലിരിക്കുന്ന ലാഘവത്തോടൊന്നും ആരും ഇരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കൾക്ക് തന്നെ ഒരു ഡ്രസ് കോഡുണ്ട്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ, ആരാധനയിൽ ഇരിക്കുമ്പോൾ കൈലി ഉടുത്തോണ്ടല്ല വന്നിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. മാക്സി ഇട്ടോണ്ടല്ല വന്നിരിക്കേണ്ടത്. അല്ല, ചർച്ചിൽ എങ്ങനെ പോകുമ്പോ അതുപോലെ ആയിരിക്കണം ദൈവമക്കള് ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ. നിന്റെ പാസ്റ്റർക്ക് നിന്നെ കാണാൻ ഒക്കത്തില്ല, പക്ഷെ നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാ പിക്ചറും അവന്റെ കയ്യിലായിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ലോകത്തിലെ സംവിധാനങ്ങളെല്ലാം ഇത് തെളിയിച്ചു എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. സാറ്റലൈറ്റിൽ കൂടെ നോക്കിയ എല്ലാ കാര്യങ്ങളും കാണാം. നീ എങ്ങോട്ടാ പോകുന്നത്, നീ എങ്ങോട്ടാ തിരിയുന്നത്, എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ സംവിധാനങ്ങളും അറിയാം. അങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധി കൊടുത്ത ദൈവം ആരാ? പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നതിൽ നിന്ന് ആ മനുഷ്യൻ ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ആ വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ദൈവസന്നിധിയെ കുറിച്ച് വലിയ ഭയം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരാണ് ശക്തരായവർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിൽ പിശാചിന്റെ ഒരു പദ്ധതിയും നടപ്പാകത്തില്ല. പിശാചിന്റെ പദ്ധതികളും അവന്റെ സകല വഴികളും അവന്റെ സകല ആലോചനകളും തകരപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ. അപ്പോൾ തന്നെ വചനം കാത്തുകൊണ്ട് വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവനെ കാണുമ്പോൾ പിശാച് വിറയ്ക്കും. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം പഠിക്കുമ്പോൾ അർദ്ധരാത്രിയുടെ സമയത്ത് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച ഒരു ചരിത്ര സംഭവം, ഒരു എക്സ്പീരിയൻസ് നമുക്ക് അപ്പോസ്തലപ്രവൃത്തിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പിന്നിൽ ഒരു വലിയ വിഷയമുണ്ട്. അത് മറ്റൊന്നുമല്ല, വെളിച്ചപ്പെടുത്തിയായ ഒരു സ്ത്രീയെയും കൊണ്ട് ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, പണമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്നവരുടെ അല്ല ആ ലാഭമൊക്കെ നഷ്ടമാകുവാൻ ഒരു അനുഭവം ഉണ്ടായി. കാരണം എന്താണെന്നറിയാമോ? പൗലോസിനെയും ശീലാസിനെയും അല്ലിയെ കണ്ട ഈ വെളിച്ചപ്പാടത്ത് സ്ത്രീയെ, അത് അവളിലുള്ളതായ ആ പൈശാചിക ശക്തിയെ അവരെന്ത് ചെയ്തു? ശാസിക്കുവാൻ തക്കണം ഇടയാക്കും. അവളിൽ നിന്ന് അവളെ വാദിച്ച ആ പൈശാചിക ഡെവിൾ സ്പിരിറ്റ് അവളെ വിട്ടുപോകുവാൻ തക്കണം ഇടയാക്കും. അതോടുകൂടെ ഇവളെ ചുറ്റിപ്പറ്റി നിന്നതായ എല്ലാവരുടെയും ബിസിനസ് ഡൗൺ ആയിപ്പോയി. ഡൗൺ ആയത് നിമിത്തം അടുത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നതാണ്, പൗലോസിനെയും ശീലാസിനെയും പിടിച്ച്
അത് ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവർ ലഭിച്ച ശിക്ഷയാണ്. അവര് അന്ന് പകലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് മുറിവേൽപ്പിച്ചു. എന്തുകൊണ്ടാണ്? അവര് പ്രാർത്ഥിച്ചല്ലെങ്കിൽ ശാസിച്ചപ്പോൾ ഒരു വ്യക്തിക്ക് വിടുതലുണ്ടായി. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഒരു വിടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ശരിയായെന്ന് ആരും വിചാരിക്കരുത്. ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയട്ടെ, ഉപവാസവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാര്യം ക്ലോസ് ആയെന്ന് ആരും വിചാരിക്കരുത്. ഒത്തിരി കാര്യങ്ങൾ തെളിയിക്കാനുണ്ട് വ്യവഹാരത്തിൽ കൂടെ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് അതേ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് നടക്കുന്നത്. അപ്പോൾ 40 ദിവസവും ഉപവാസവും പ്രാർത്ഥനയാണ്. അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും കഴിയുമ്പോൾ പരീക്ഷ ഒത്തിരി കൂടും, മനസ്സിലാക്കണം. പക്ഷേ നിനക്ക് വിടുതൽ തന്ന ദൈവം, നീ നേരിടാൻ പോകുന്ന എല്ലാ വിഷയത്തിലും വിടുതൽ തരാൻ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. അവൻ എന്നും ഒരുപോലെ ജീവിക്കുന്ന ദൈവമാണ്. ഇന്നലകളിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ഇന്നും പ്രവർത്തിച്ചതുപോലെ നാളെയും പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, വചനപ്രകാരം അവന്റെ സന്നിധിയിൽ നിന്നു കൊടുത്താൽ മതി. വചനപ്രകാരം അവന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ നിൽക്കണം, ഇടയായി തീരുമെന്ന് ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ നിൽക്കണം. നമുക്കറിയാമല്ലോ, അതേ പൗലോസും ശീലാസും ദൈവത്തിന്റെ നാമനിമിത്തം കാരാഗ്രഹത്തിൽ പോകേണ്ടി വന്നു. പക്ഷേ കാരാഗ്രഹത്തിൽ പോയിട്ടും അവര് ആരോടും ഒരു റെക്കമെൻഡേഷനും പോയില്ല. ദൈവത്തിന്റെ നാമനിമിത്തം കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ എന്തു തന്നെ വന്നാലും ആദ്യം മനുഷ്യനിൽ ആശ്രയിപ്പാൻ പാടില്ല. നമ്മെ വിളിച്ചവനായ ദൈവത്തിൽ, നമ്മെ വീണ്ടെടുത്തവനായ ദൈവത്തിൽ, നമ്മെ രക്ഷിച്ചവനായ ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ അവൻ നമ്മെ ഒരിക്കലും കൈവിടുന്നവനല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ഒരു കാര്യം പറയട്ടെ, ആർക്കും കടന്നു വന്ന് സഹായിപ്പാൻ കഴിയാത്ത സ്ഥാനത്തും കടന്നു വന്ന് സഹായിപ്പാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹല്ലേലൂയ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പറയട്ടെ, പൗലോസും ശീലാസും അർദ്ധരാത്രിയുടെ സമയത്ത് പ്രൈസ് ദി ലോർഡ് അവര് ഏറ്റവും ഉപദ്രവങ്ങളൊന്നും ഓർത്ത് ഭാരപ്പെട്ടില്ല. അവര് ആരോടും ഒരു പരാതി പറയാൻ പോയില്ല, ഒരു രാഷ്ട്രീയക്കാരനെയും വിളിക്കാൻ പോയില്ല, ഒരു റെക്കമെൻഡേഷനും പോയില്ല. എല്ലാറ്റിനും മതിയായ ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൽ അവർ ശരണപ്പെടുവാൻ, ആ കർത്താവിൽ അവർ ആശ്രയിപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ അവർ ചെയ്തത്? ഹല്ലേലൂയ. അതേ ഉപദ്രവങ്ങൾ ഏറ്റെങ്കിലും, അതേ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വന്നെങ്കിലും അതിലൊന്നും അവർ പതറിപ്പോയത് ഇല്ലെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കവും വന്നില്ല. യുവദാസിനെ ഒരു ട്രാൻസ്ലേഷനോട് കൊടുത്തോട്ടെ. ഓക്കെ. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ വേണ്ടി വരും. കാര്യം ഇംഗ്ലീഷിൽ വേണ്ടിയവർ കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ട്രാൻസ്ലേഷൻ എടുക്കുകയാണ്. പക്ഷേ കണ്ടിന്യൂ ചെയ്തു, എന്റെ മോന് ട്രാൻസ്ലേറ്റ് ചെയ്തോളൂ. താങ്ക് യു. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അതേ അവര് പൗലോസും ശീലാസും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുടക്കിയില്ല. And in God's presence, Paul and Silas pray. They didn't stop praying. പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു സമയമൊന്നും ആവശ്യമില്ല. There is no specific time that is needed for prayer. ഏത് സമയത്തും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Any time we can pray. 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന ഒരൊറ്റ ഓഫീസേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവിന്റെ സന്നിധിയാണ്. And there is only one office that is open 24 hours, and that is our God's presence. എബ്രായ ലേഖന കർത്താവ് അത് പറയുന്നുണ്ട്, നാം തൽസമയത്ത് കൃപ പ്രാപിപ്പാൻ കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുക. And that's why in the Hebrews it is said that to have that grace, we can come to the throne of grace to receive the grace from the Lord. പൗലോസും ശീലാസിനും അത് പ്രാർത്ഥിക്കുന്നതിന്
പ്രത്യേകിച്ചൊരു സമയം മാത്രം അവര് അത് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. There is no mention of the portion about Paul and Silas taking the time for a specific time of prayer in their prison time. അപ്പോൾ തന്നെ ദൈവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് ഒരു നിശ്ചിതമായ സമയങ്ങളും ഉണ്ടായിരിക്കണം. But there is in the word of God it is also said that we should have some specific times for prayers. അതിന് ദൈവത്തിൽ തെളിവുകളുണ്ട്. ദാവീദ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്നവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. And as for an evidence, we can see Daniel was the one who was crying unto the Lord day, afternoon and in the evening. ദാനിയേൽ ദിനവും അത് പ്രാർത്ഥിക്കുന്നവനായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. We can see that Daniel was the one who was praying daily in the presence of the Lord. അതുകൊണ്ട് നമ്മൾ 1, 2, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതിയെന്നുള്ള ഒരു നിബന്ധന ഒരിക്കലും വെക്കരുത്. ദൈവസേനയിൽ നമുക്ക് എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ, അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുമോ, ആ സമയത്തെല്ലാം നമുക്ക് എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കാൻ കഴിയും. And we shouldn't set a limit to how many times we pray a day. How much ever we have to approach the throne of grace and continue to be in prayers. അതുകൊണ്ടാണ് പൗലോസും ശീലാസും അർദ്ധരാത്രിയുടെ സമയത്തും കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുവാനിടയായി. And that is the reason why Paul and Silas is praying in the prison at the midnight. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം അവിടെ വലിയ പ്രവൃത്തി അത് ചെയ്യുവാനിടയായി. And upon their prayer, God is doing a great deliverance for Paul and Silas in the prison. ദൈവദാസന്മാരുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്നവരവിടെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. And there we can read that there were people who were listening to the saints, the prayer of the saints. അപ്പോൾ പ്രാർത്ഥിക്കുന്നവര് മാത്രമല്ല പ്രാർത്ഥനയെ കുറിച്ച് അറിയുന്നത്, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. And there is not only the persons who pray that prayers that he heard, but is the one who hears that prayer, that God hears their prayers as well. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന മറ്റു ചിലരുണ്ട്. And there is some other people who listens to the prayers of the saints. അതേ അർദ്ധരാത്രിയുടെ സമയത്ത് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചത്, അവിടെ പാടി ദൈവത്തെ ആരാധിച്ച കാര്യങ്ങൾ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. And we know that the prisoners were listening to the prayers and the hymns of the Paul and Silas in the prison. അവരുടെ ആ പ്രാർത്ഥനയുടെ ആരാധനയുടെ ശക്തി അർദ്ധരാത്രിയുടെ സമയത്ത് വെളിപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണ്? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. And what happened when they continued to pray is that the earth, there was the house of the prison was shaken and there was a great earthquake. അപ്പോൾ ദൈവത്തിന്റെ മക്കളെ നമ്മളെ അടച്ച് ഒതുക്കി ബന്ധിച്ചിടുന്ന കാരാഗ്രഹത്തിന്റെ അവസ്ഥ പോലുള്ള അനുഭവങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിച്ചാൽ ശത്രുവിന്റെ സകല പദ്ധതികളും തകരപ്പെടുവാനിടയായി തീരും. And when there is that evil forces that tries to suppress and tries to limit it and restrict us, when we continue to pray, our God will come down for us and will give us the deliverance in that realm and continue to suppress all the evil forces. അപ്പോൾ നോക്കണമേ, അവരുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വലിയ ശക്തി ഉണ്ടായിരുന്നു. And there we can see that there was a great power in the prayers of the Paul and Silas. ഹല്ലേലൂയ. നമ്മൾ വർത്താനം പറയുന്നത് പോലെ പ്രാർത്ഥിച്ച ഒരു പ്രയോജനവുമില്ല. There is no use in praying like simply talking. നമ്മൾ വെറുതെ ഒന്ന് പാടിയതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. There is no use in just simply singing. അത് പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തിയോടെ നമ്മൾ അത് ചെയ്യണം. When we are singing, when we are praising, when we are praying, we need to have that great power in that. കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും കിടക്കുമ്പോൾ കയ്യേല് അത് ചങ്ങലയുണ്ട്. And when Paul and Silas was in prison, they had the chains upon them. കാലേല് ആമമുണ്ട്. And they had the chains upon the legs as well. ഈ ചങ്ങലയുണ്ടെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ മനസ്സിലാകും പെട്ടെന്ന്. And when we say that the chains are on the hand, we understand easily.
എന്നാൽ ആമം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല എന്താണ്. But when they say that the feet is in the stalks, people might not understand it easily. ആമം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പറയാം. അത് കേരളക്കരയിൽ ഞാൻ അത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് അതെനിക്ക് പറയാൻ കഴിയുന്നത്. I will just explain what a stalk is, since I have seen it in Kerala. എന്റെ സ്ഥലം കേരളത്തിൽ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. എന്റെ വീടിനടുത്ത് ഒരു ഹൈന്ദവൻ, ഒരു ആശാരി, ഒരു കാർപ്പന്ററിന് പ്രാന്തിളകി. And my hometown is Mavelikara in Kerala, and one of my neighbor, who was a Hindu, he got mad. അപ്പോൾ ആ മനുഷ്യനെ ആമത്തിലിടുന്നത് ഞാൻ പോയി ദൂരെ നിന്ന് കണ്ട് എന്റെ ചെറിയ പ്രായത്തിൽ. And I saw that man who was mentally ill. He is being put into stock in my young age. അപ്പോൾ ആ ആമത്തിലിടുന്നത് ആ ഭ്രാന്ത് പിടിച്ച മനുഷ്യന്റെ സ്വന്തം പിതാവാണ് അത് ചെയ്യുന്നത്. And this man who is mentally ill is put in stock by his own father. ഒരു വലിയ തെങ്ങ് മുറിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ ഒരു വലിയ പീസ് എടുത്തിട്ട് ആ പീസിന്റെ ഏറ്റവും മധ്യഭാഗത്ത് 2 കാല് അത് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കഷ്ടിച്ചിറങ്ങത്തക്കവണ്ണം ഹോൾ ഉണ്ടാക്കി കാല് പിടിച്ച് അതിനകത്തോട്ടിട്ടിട്ട് വേറൊരു തടി കഷ്ണം ആ കാലിന്റെ 2ന്റെ ഇടയിലോട്ട് അടിച്ച് ഉറപ്പുവരുത്തുന്നതാണ് ആമം. And so stalk, when we say what is stalk, is that the coconut tree, it is being cut down, and the main portion, the middle portion of the stem of the coconut tree, it is being cut off and taken off, and then another stem of another tree is put around the legs and put to tighten in order to bind it. അപ്പോൾ ഇത്രയും ഈ വലിയ തടി കൊണ്ട് ഈ മനുഷ്യൻ പ്രാന്തളയാൽ ഇത് ഇളക്കി കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒടിച്ചു കളഞ്ഞിട്ട് ഓടിപ്പോകാൻ ആ മനുഷ്യന് കഴിയത്തില്ല. And when he is in a state like that, put in a stock, even when he is mentally mad or when he is not well, he will not be able to go away from that. എന്ന് പറഞ്ഞാൽ അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഒരു തരത്തിലും വെളിയിൽ പോകാൻ പാടില്ല. എവിടെ ഇട്ടിരിക്കുന്നു അവിടെ തന്നെ കിടക്കണമെന്നുള്ളതായ ആ വലിയ ഉദ്ദേശത്തോടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. And the reason why the stock is put is that wherever the prisoner is bound, he needs to be staying there, and that is the reason why that he is bounded like that. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത ആ വിഷയത്തിന്മേൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുത വിടുതൽ കൽപ്പിക്കുവാനിടയായി. And the incident where no one can deliver them, in where they were bound, God came down and God heard their prayers and God delivered them from that mighty bondage they were in. ഈ പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ള ഒരു ദൈവത്തിന്റെ ആലോചന ഇതാണ്. നിങ്ങളെ വിടുവിക്കുവാൻ കഴിയാത്ത നിലയിൽ, വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ ബന്ധിക്കപ്പെടുന്ന അവസ്ഥകളിന്മേൽ ഒരു വലിയ വിടുതൽ നൽകുവാൻ എന്റെ ദൈവം മതിയായവനാണ്. അതിന് തക്കതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും. And children of God, let me proclaim this in the Holy Spirit, that God has spoken to me that the whatever situations that is being bounded, that you are thinking it is not possible to get out of it. Our God, He is a mighty God who is able to deliver you. But what you have to do is you need to pray and you need to praise with the power in God's presence. നമ്മൾക്ക് പാടുന്ന ഒരു പാട്ടാണ് ആരാധിക്കുമ്പോൾ വിടുതൽ, പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ എന്നൊക്കെ. പക്ഷെ പലപ്പോഴും അതിൻ്റെതായ ആ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കാൻ കിട്ടും. പാടിയച്ചങ്ങ് പോവുകയുള്ളൂ. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ആരാധനയ്ക്ക് ശക്തിയുണ്ട്. അത് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. ഇത് എഴുതി വച്ചിരിക്കുന്നത് പോലെ ഇരിക്കാനല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യുവാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്.
And we many times we sing the song that when we worship there is deliverance, when we pray there is deliverance, but at times we are not able to experience it. But the reason why all this is written in the Word of God and in songs is that we need to experience it by our life to have that deliverance in our own life. നാം എല്ലാവരും ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം വിടുതൽ വ്യാപരിച്ചു. We are the people who praise at every times, but we have to know and we have to discern that we also know that when we pray that is if our prayers were effective or not. നമ്മുടെ ആരാധനയിൽ വിടുതൽ സംഭവിച്ചോ എന്ന് വീട്ടിൽ ചെന്നിട്ടല്ല അറിയുന്നത്, നമ്മൾ ആരാധിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെ നമുക്ക് അറിയുവാൻ കഴിയും. And when we worship, we do not have to go to reach the house in order to know if we got the deliverance. While we worship itself, we know if we have gotten the deliverance. അപ്പോൾ അത് ഒരു വ്യാപരിക്കുന്ന ഒരു വലിയ ശക്തിയാണ്, ദൈവിക ശക്തിയാണ്. And the power of God is something that is the anointing that is imparting. ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി കേൾക്കുന്നവരുടെ ശരീരത്തിലേക്ക്, അവരുടെ അന്തരാത്മാവിലേക്ക് ശക്തിയോടെ പ്രവഹിക്കുവാൻ തക്കണം ഇടയായിത്തീരും. And when we powerfully pray in words with power, that word of prayer can go into the depths of in the bone and marrow of the people, and the power can prevail over all the evil forces that is trying to depress them or suppress them. അത് ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ ഇരിക്കാൻ സാധാരണ പ്രാർത്ഥിക്കുന്നവർക്ക് ഭയമാണ്. And the normal people is afraid to sit with people who pray in great power. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. I have seen so much of circumstances like that in my life. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കൽ അതേ അളവിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്നാൽ ആ വ്യക്തിക്ക് ഭയം തട്ടും. And a person who is not able to pray in authority, in power, when he sits with a person who has that authority of power, he will be scared, and he is scared to sit beside him too. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. Prayer has great power. പ്രാർത്ഥന മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. Prayer is the one that can transform people. പ്രാർത്ഥന മാറാ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയുന്നതാണ്. And prayer can heal any impossible sicknesses. അതെ, പ്രാർത്ഥന മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ്. And prayer is the one that can transform death to life. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയുവാനിടയാകണം. And we have to experience that power and the greatness of that power in our own life. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ശക്തി വെളിപ്പെട്ടപ്പോൾ ചില വൻമരങ്ങൾ കടപുഴകി വീഴുവാൻ ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയായി തീർന്നു. And when in the power, in the great power and the prayer that Paul and Silas was praying in the prison, there was that stumbling blocks, the hindrances that wouldn't come to salvation. They came to know the God in that prison. ഒരു മരം ഒരാൾ ഒരു പ്രാവശ്യം വെട്ടിയത് കൊണ്ട് വീഴത്തില്ല. One tree by one cut of a man, it won't fall down. അത് രണ്ട് പ്രാവശ്യം വെട്ടിയത് കൊണ്ട് വീഴത്തില്ല. And even if it is cut 2 times, it won't fall. അത് അനവധി പ്രാവശ്യം വെട്ടിയെങ്കിലേ വീഴത്തുള്ളൂ. A tree will only fall if we cut it persistently at many times. ചിലർ കുറച്ചു നേരം വെട്ടിവെച്ച് ക്ഷീണിച്ചിട്ട് ഇട്ടു പോകും. And there are people who cut for some time and then they get tired and then they will leave. അപ്പോൾ അടുത്തേക്ക് ആൾ പറയും ഞാൻ കുറെ നേരം വെട്ടാന്ന് പറയും. And then the next person will say, I will cut for some time. അപ്പോൾ ഇങ്ങനെ പലരും പല പ്രാവശ്യം വെട്ടിയപ്പോഴാ അത് ഒരു മരം അവസാനം ഒരാൾ വെട്ടിയപ്പോൾ വീഴാനിടയായി. And when many people, when they take the turns and when they cut it, that's when the tree falls down. ഒരു മരം ഒരാൾ ഒരു പ്രാവശ്യം വെട്ടിയതുകൊണ്ട് ഒരിക്കലും വീണിട്ടില്ല.
There is no circumstances that happened where one person cut it for one time and the tree fall. എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഓരോരുത്തർ കടന്നു വരുന്ന ഇതേ അവസ്ഥയിൽ കൂടെയാണ്. And this is the same experiences where the people come to know God. ഇന്ന് ദൈവകൃപയിലായിരിക്കുന്ന നമ്മൾ ഒരു നിമിഷം ഒന്ന് പിറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ച് നമ്മളോടൊക്കെ എത്ര പേർ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം അറിയിച്ചിട്ടുണ്ട്, എത്ര പേർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്ര പേർ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്, എത്ര പേർ നിലവിളിച്ചിട്ടുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിന്റെ പിന്നിൽ ഹല്ലേലൂയ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ദൈവകൃപയിലായിരിക്കുന്നത്. And when we look back in our own life, how many times we have heard the gospel, how many times the people have come and shared the gospel to each one of us, but it took so much of time for us to come into that conviction to know the Lord. അതേ ദൈവത്തിൽ കടന്നു വന്ന് നമ്മൾ ഇന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഉപവസിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല നമ്മൾ മുൻപോട്ട് പോകുന്നത്, നമുക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുൻപോട്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് അധികമായി സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഇടയാകും. And when we understand that each day that we live, it is not our own ability, but the prayers of so many people, when we understand that fact, that we will give the glory and honor to our Heavenly Father. ഹല്ലേലൂയ. നമുക്ക് 4 വാക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. അതുകൊണ്ട് ഇനി ആരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. നല്ല ഉദാഹരണം പൗലോസിന്റെ അടുക്കിലോട്ട് നമുക്കൊന്ന് പോകാം. We cannot say that I know how to pray in 4 words or 4 sentences. I know how to pray, so no one needs to pray for me. That's not how it is. We can see that through the example of Paul. സ്വർഗീയ ദർശനം പ്രാപിച്ചവൻ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം ശുഷ്കാന്തിയോടെ, ഉദാസീനതയോടല്ല ശുഷ്കാന്തിയതയോടെ എരിവോടുകൂടെ പഠിച്ചവനാണ്, അതിനനുസരിച്ച് ജീവിച്ചവനാണ്, അതേ സ്വർഗത്തിൽ പോയവനാണ്. ആ പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ വാതില് തുറന്നു തരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ എന്റെ പഠിത്തം കൊണ്ട് എനിക്ക് ദൈവനം പറയാനൊക്കത്തില്ല, എന്റെ അതേ നോളജ് കൊണ്ട് എനിക്ക് ദൈവനം വേണ്ട പോലെ പറയാൻ കഴിയത്തില്ല. ചിലതൊക്കെ പറയാൻ കഴിയത്തുള്ളൂ, അതേ പറയേണ്ടതുപോലെ പറയാൻ ഒരിക്കലും കഴിയത്തില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And Paul, who was a Jew, who learned the law from the feet of Gamaliel, who went to the 3 heavens, who had the revelation of the word of God, he himself is asking for, he's requesting for the prayers, for the proclamation of gospel. He's requesting the power of the prayers, so that the gospel, the word of God will go out and do its deeds. അതേ പൗലോസും ശീലാസിന്റെയും പ്രാർത്ഥന നിമിത്തം കാരാഗ്രഹ പ്രമാണി, ജയിൽ സൂപ്രണ്ട് കുടുംബമായി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനിടയായി. And we know that through the prayers of Saul and Silas, Paul and Silas, we know that the jailer as a household is coming to know the Lord. ശക്തിയോടുള്ള ഒരു പ്രാർത്ഥനയുടെ മറുപടി, ശക്തിയോടുള്ള ഒരു ആരാധനയുടെ മറുപടിയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. This is the incidents where we can see the power of prayer and power of worship. ഹല്ലേലൂയ. അതുപോലുള്ള അനേക സംഭവങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. And we can see all these incidences throughout the word of God. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം പഠിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. A similar situation we can see in Acts chapter 12. ഹല്ലേലൂയ. ഹെരോദാവ് ശിഷ്യന്മാരെ പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതേ പത്രോസിനെയും കയ്യിൽ കിട്ടിയത്. And with it is the time when Herod is killing all the disciples. That is when he is getting Peter in hand too. അതേ പെസഹ ആയതുകൊണ്ട് പത്രോസിനെ കൊല്ലാതെ 4 സേവകരുള്ള അതേ ഒരു കാവലെ ഏൽപ്പിച്ചിട്ട് ജയിലിൽ അടയ്ക്കുവാൻ ഇടയായി. And Peter is kept in the prison because it was the Passover. He was put in the prison by delivering him to 4 squads of soldiers to guard him and to bring him out in the next days. നോക്കണമേ, കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കിടക്കുന്ന പത്രോസിന് 4 സേവകരുള്ള കാവൽ പട്ടാളത്തെ അതേ ആ ജയിലിനകത്താക്കിയിരിക്കുക.
And we can see that the Paul, who is one who is praying, he is being protected by 4 squads of soldiers to guard him. ഒരു അപ്പോസ്റ്റലിന് വേണ്ടി 16 സെക്യൂരിറ്റിയെ കൊടുത്തിരിക്കുക. For an apostle, 16 soldiers are kept to guard him. എന്തിനാ ദൈവദാസന്മാർക്ക് സെക്യൂരിറ്റി? സ്വർഗത്തിലെ ദൈവത്തിന് സെക്യൂരിറ്റി ഉണ്ടല്ലോ, അതിനേക്കാൾ കവിഞ്ഞ് വലിയ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. For an apostle, there is no need for a soldier to guard him, because there is a heavenly soldiers guarding him. ലോകത്തിലെ സെക്യൂരിറ്റി ഒന്നും സെക്യൂരിറ്റി അല്ലെന്ന് ലോകം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. And the world itself has proven that nothing of the security of the world is a security. എന്നാൽ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി എന്താണെന്ന് 91 സങ്കീർത്തനം 11 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And we know what is the protection of God through Psalms chapter 91 verse 13. കുറഞ്ഞ പക്ഷം 2 ദൂതന്മാരുണ്ടായിരിക്കുമെന്നാണ് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. And when we read those verses, we can see at least 2 angels are there for the protection of God's people. അവിടെ എഴുതിയിരിക്കുന്നതാണ്, നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ കാക്കേണ്ടതിന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. And verse 11, it says like this, for he will give his angels charge concerning you to guard you in all your ways. ദൂതനോട് കൽപ്പിക്കുന്നല്ല, ദൂതന്മാരോട്. അപ്പോൾ ഒന്നിലധികം ഉണ്ടെന്ന് ഉറപ്പാണ്. And it is not just said angel in a singular manner. It is said in plural that his angels will guard over you. ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കത്തില്ല. ദൂതന്റെ ശക്തി എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം. Just because we say angel, we want to understand the power, we have to understand what is the power of the angels. ഒരു ദൈവത്തിന്റെ ദൂതന് അശ്ശൂർ പാളയത്തിൽ പോയി ചെയ്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് തിരുവെഴുത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. We can learn about the incidents where the one angel go into the camp of Assyria and doing the mighty deeds of God. 1,85,000 പേരെ സംഹരിക്കാൻ ഒറ്റ ദൂതൻ മതിയായിരുന്നു. For 1,085,000 people to be put to death, only one angel was needed. അത് നമ്മളെ കൊണ്ട്, ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പട്ടിയെ പോലും പെട്ടെന്ന് കൊല്ലാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. Let me say in a Kerala manner that even with I cannot even kill one dog in one time. എന്നാൽ ദൈവത്തിന്റെ ഒരു ദൂതൻ 1,85,000 പേരെ ഒറ്റ ദിവസം സംഹരിച്ചു. But one angel of God, he killed 1,85,000 people in one day. ഇതുപോലെ സമാനമായ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അതേ ഒരു പച്ച കഴുതയുടെ ഒരു പച്ച താടി എല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് 2 എന്നും പറഞ്ഞ് 1000 പേരെ അതേ ശിംശോൻ സംഹരിപ്പാൻ ഇടയായി. And we know that with the donkey born, the Samson is killing so much of people for God. നോക്കണമേ, ഇനി അതിന്റെ ഒരു പ്രായോഗിക വശം കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഒരു കഴുതയുടെ പച്ചത്താടിയല് പിടിച്ചുകൊണ്ട് അതേ മനുഷ്യനെ അടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായ ഒരു കാര്യമല്ല. അത് ഭയങ്കര അസാധ്യമായ ഒരു കാര്യമാണ്. Let us come into the practical reality of it, that it is not easy to kill so much of people with a single bone of a donkey. ഞാൻ ഈ കാര്യങ്ങളെ ഓർപ്പിച്ചതിന്റെ കാരണം ദൈവമക്കൾക്കുള്ള പ്രൊട്ടക്ഷൻ എത്ര വലുതാണ്. And the reason why I'm saying about all of this is that we have to think about the greatness of God's protection for his people. ഹല്ലേലൂയ, അതിനെക്കാട്ടി വലിയ പ്രൊട്ടക്ഷൻ ആണ് ദൈവം നമ്മോട് കൂടെ ഉള്ളത്. And the more greater protection is that God is with us. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. And the Lord of Israel, he is not sleeping, he is not slumber, he is not in slumber. ഏത് മനുഷ്യനും ക്ഷീണം കൊണ്ട് ഉറക്കോ മയക്കോ എല്ലാം സംഭവിക്കും. And for any human being, because of the tiredness or weariness, he can get he will feel sleepy. നമ്മുടെ കർത്താവ് ഒരിക്കലും ഉറങ്ങുന്നവനല്ല, മയങ്ങുന്നവനല്ല. But the one Lord who we have, he is the one who will neither slumber nor sleep. അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എത്ര വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും.
And from here we can understand how much faithful our God is with us to protect each one of us. കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കിടക്കുന്ന പത്രോസ് അവിടെ പ്രാർത്ഥിക്കാനൊന്നും പോയില്ല, അവിടെ ആരാധിക്കാനും പോയില്ല, സുഖകരമായിട്ട് ഉറങ്ങുക. And Peter, who was kept in the prison, he's not praying, he's not singing, he's just sleeping in the prison. അതേ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ സുഖകരമായി ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു അസാധാരണമായ കാര്യം. It is an extraordinary thing to sleep in between the afflictions that in between the persecutions that you go through. എന്നാൽ അത് ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവഭക്തന് മാത്രമേ അത് കഴിയൂ. But for whom it is possible, it is only possible for the man of God. അത് സ്ഥലസംഗീതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. And Psalmist says that I'll sleep peacefully because you are the one who gives me rest. അപ്പോൾ നോക്കണമേ, സമാധാനത്തോടെ ആർക്കാണ് കിടന്നുറങ്ങാൻ കഴിയുന്നത്? നിർഭയം വസിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? Who is the one who can sleep peacefully? ഒരു ദൈവവൈതലിന് മാത്രമേ അത് കഴിയുള്ളൂ. Only a child of God can do that. Praise the Lord. അപ്പോൾ സുഖകരമായ ഉറക്കം നമുക്ക് ലഭിക്കുന്നത് ഓർത്തും നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. And we have to give thanks to the Lord because he is giving us a good sleep. എത്രയോ പേരാണ് ഉറക്കം ഗുളിക, സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നത്. And there are so many people who are taking sleeping pills to sleep. എന്നാൽ ഒരു പൈസ പോലും മുടക്കാതെ ഉറങ്ങാൻ കഴിയുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. It is God's grace that we can sleep without spending any money on sleeping pills. അതേ, കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിൽ കിടക്കുന്ന പത്രോസ് പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു സഭ പുറത്തുണ്ടായിരുന്നു. Even though Peter, who was sleeping in the prison, he was not praying, but there was the prayer of the church that was outside that kept Peter. പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, ഉപവസിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, ചിലർ കാരാഗ്രഹത്തിൽ കിടക്കുന്നവർ വെളിയിലേക്ക് വരുവാനിടയായി. If there is a praying church, then those who are in prison, who is in imprisonment, they are going to be delivered. ഈശ്വരോട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ പോകുകയാണ്. I am going to conclude my message. അത് പ്രാർത്ഥനയുടെ ശക്തിയും ആരാധനയുടെ ശക്തി എന്താണെന്ന് ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നല്ല, ഓരോ ദിവസവും രുചിച്ചറിയുവാനിടയാണ്. And the power of prayer and praise we have to experience not only in this fasting prayer, but every single day of our life we have to experience that. പ്രാർത്ഥനയുടെ ശക്തി നമ്മിൽ കൂടെ വെളിപ്പെടുവാനിടയാകണം. And that power has to be revealed through each of one of our life. ആരാധനയുടെ ശക്തി നമ്മിൽ കൂടെ വെളിപ്പെടുവാനിടയാകണം. And the power of the worship has to come through us. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ പ്രാർത്ഥന മുടക്കരുത്. Whatever tribulations come, whatever circumstances may turn against us, our prayer should not be forsaken. നമ്മുടെ ആരാധന മുടക്കരുത്. Our worship should not be stopped. അത് മുഖാന്തരം നാം മാത്രമല്ല വിടുതൽ പ്രാപിക്കുന്നത്, നാം മുഖാന്തരം വെളിയിലുള്ള ചിലരുടെ വിടുതൽ പ്രാപിച്ച് നമ്മോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവവിളിയാണ്. Because of that, we are not the only ones who are going to be delivered, but those who are outside, they are also going to be delivered. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. I pray and conclude that let this fasting prayer be those days that those people who are in imprisonment will come out of that situation. നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യുവാൻ വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. And let us surrender to the word of God that we heard, and let us submit ourselves to God, and God bless you all with this message. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസനോടും സഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ഡൽഹി പട്ടണത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഡൽഹി സ്റ്റേറ്റിൽ അതേ ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷനും അപ്പോൾ തന്നെ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് മിനിസ്റ്ററായിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
I want to extend my gratitude to the pastor and the church for giving me this opportunity. And I work in Delhi in two zones. And please continue to pray for my ministry. And God bless you all. Praise God. അനുഗ്രഹീതമായ ദൈവവചനം നമുക്ക് ഇത്രത്തോളം സമയം, നാട്ടിൽ രാത്രിയാണ്, ഇത്രത്തോളം സമയം വേർതിരിച്ച് നമുക്ക് വേണ്ടി ദൈവവചനം പകർന്നു തരികയും വചനത്തിന്റെ ആഴങ്ങളിലൂടെ പ്രാർത്ഥനയുടെ ശക്തി എന്ത്, ആത്മാവിന്റെ ആരാധന